നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഞാനിവിടെ അൺബോക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഐറ്റമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇത് അഗാരോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഹൈ പ്രഷർ വാഷറാണ്. അപ്പൊ ഇതിന്റെ ഫുൾ റിവ്യൂവും ഡീറ്റെയിലുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് താഴേക്ക് വെക്കുകയാണ്. സാമാന്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് ഇതിന് കേട്ടോ. 1800 വാട്ട്സിന്റെ 130 ബാർ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രഷർ വാഷറാണിത്. ഇതിന്റെ വാട്ടർ ഫ്ലോ റേറ്റ് 7 ലിറ്റർ പെർ മിനിറ്റ് ആണ്. കാറും ബൈക്കും ഹോം ക്ലീനിങ്ങും ഒക്കെ ഈ ഒറ്റ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ വെയിറ്റ് ഉണ്ടല്ലോ ഏകദേശം 7.5 കിലോ ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെങ്കിൽ ഈ വെയിറ്റ് ഒരു പ്രശ്നമേ അല്ല ഇതിന്. കാരണം എന്താണെന്നറിയോ, ഇതിന്റെ സൈഡിലായിട്ട് വീൽസ് നൽകിയിട്ടുണ്ട്. ഈ വീൽസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും വലിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഓൾറെഡി ഞാനിത് അൺബോക്സ് ചെയ്തു. ഇനി ഇതിന്റെ ബോക്സിനുള്ളിൽ എന്തൊക്കെ ആക്സസറീസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഫോം ബോട്ടിൽ, ഇൻലെറ്റ് കണക്ടർ, ടാപ്പ് കണക്ടർ, ഇൻലെറ്റ് ഫിൽറ്റർ, ബക്കറ്റ് ഫിൽറ്റർ, സ്പ്രേ ഗൺ, ടർബോ നോസിൽ, അഡ്ജസ്റ്റബിൾ നോസിൽ, 3 മീറ്റർ ഇൻലെറ്റ് ഹോസ്, 8 മീറ്റർ ഔട്ട്ലെറ്റ് ഹോസ്. ഇതിനോടൊപ്പം മെഷീനിൽ ഫിറ്റ് ചെയ്യാനുള്ള ഇതേപോലെയുള്ള കുറെ ഓർഗനൈസറും കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആക്സസറീസിനോടൊപ്പമാണ് നമ്മുടെ മെയിൻ യൂണിറ്റ് ലഭിച്ചത്. ഇനി മെയിൻ യൂണിറ്റിന്റെ ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് നോക്കാം. ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ ബ്ലാക്ക് ഓറഞ്ച് ആണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു റോട്ടറി സ്വിച്ച് നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് റൈറ്റ് സൈഡിലേറ്റും ലെഫ്റ്റ് സൈഡിലേറ്റും തിരിച്ചുകൊണ്ട് ഓൺ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും താഴെയായിട്ട് ഇതേപോലെ ഒരു ഔട്ട്ലെറ്റ് പോർട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിലാണ് ഔട്ട്ലെറ്റ് ട്യൂബ് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. അതിന്റെ അടുത്തായിട്ട് ഒരു ചെറിയ സ്വിച്ച് ബോർഡ് ഉണ്ട്. ഈ സ്വിച്ചിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഔട്ട്ലെറ്റ് ട്യൂബ് റിമൂവ് ചെയ്യുന്നത്. അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിന്റെ ബാക്ക് സൈഡിലാണ് ഇൻലെറ്റ് പോർട്ട് നൽകിയിരിക്കുന്നത്. വശങ്ങളിൽ വലിപ്പമുള്ള 2 വീൽസ് നൽകിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് പവർ കോഡ്. നല്ല നീളമുള്ളൊരു പവർ കോഡാണ് ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മെഷീൻ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കുന്നത് നോക്കണം. അതിനു മുമ്പായിട്ട് ഈ മെഷീനിൽ കണക്ട് ചെയ്യാനുള്ള ഓർഗനൈസർ ഒക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇതിനോടൊപ്പം കുറെ ചെറിയ ആക്സസറീസ് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിലൊന്ന് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ കുറെ സ്ക്രൂസ് ഇതിനോടൊപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ ആദ്യം ഹാൻഡിൽ ഒന്ന് ഫിറ്റ് ചെയ്യാം. ഹാൻഡിൽ ഫിറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ ഈ ഫ്രണ്ട് ഈ സൈഡിലായിട്ട് 2 ഹോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഇതേപോലെ ഹാൻഡിൽ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ ഇതിൽ ഈ രീതിയിൽ വീഴും. വീണതിന് ശേഷം നമുക്ക് ഈ സ്ക്രൂ ഉപയോഗിച്ച് ഇവിടെ 2 സ്ക്രൂ ഇടേണ്ടതായിട്ടുണ്ട്. 2 സൈഡും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നല്ല രീതിയിൽ ലോക്ക് ആയിട്ടുണ്ട്. ഹാൻഡിൽ ലോക്കായി. ഇത് പ്രഷർ ഹോസ് ഹുക്കാണ്. അത് നമ്മൾ ഇവിടെയാണ് ഫിക്സ് ചെയ്യുന്നത്. ഇത് ഹോസ് ഹുക്കാണ്. ഇത് നമ്മൾ ഈ ഹാൻഡിലിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇതാണ് പ്രഷർ ഗൺ ഹോൾഡർ. ഇത് നമ്മൾ ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നു. ഇതാണ് പവർ കേബിൾ ഹുക്ക്. ഇത് നമ്മൾ ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നു. ഇത്രയും പരിപാടിയുള്ളൂ. ഇനി നമുക്ക് ഇതിനോടൊപ്പം കിട്ടിയിട്ടുള്ള എല്ലാ ആക്സസറീസും ഇതിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇതിന്റെ ട്യൂബ്സും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് ഇൻലെറ്റ് ഫിൽറ്റർ ആണ്. ഇൻലെറ്റ് ഫിൽറ്റർ നമ്മൾ ഇൻലെറ്റ് പോർട്ടിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ഇൻലെറ്റ് ഫിൽറ്റർ. നമുക്ക് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് ഇതിൽ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് തന്നെ ഇത് വെച്ചേക്കുക. എപ്പോഴും നമുക്ക് ഇൻലെറ്റ് ഫിൽറ്റർ ഊരിയെടുക്കേണ്ട കാര്യമില്ല. ഇൻലെറ്റ് ഫിൽറ്ററിലേക്ക് നമ്മൾ ഇൻലെറ്റ് കണക്ടർ കണക്ട് ചെയ്യണം. ഇതാണ് ഇൻലെറ്റ് കണക്ടർ. ഇതിന്റെ ഒരറ്റത്ത് നമ്മൾ ഹോസ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇൻലെറ്റ് കണക്ടറിന്റെ ഒരു സൈഡിലായിട്ട് ഇതേപോലെ ഒരു ക്യാപ്പ് നൽകിയിട്ടുണ്ട്. ആ ക്യാപ്പ് ഊരിയെടുക്കുക. അതിനുശേഷം ആ ക്യാപ്പ് ഹോസിൽ ഇങ്ങനെ കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഹോസ് ഇൻലെറ്റ് കണക്ടറിലേക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് കയറ്റി ഈ ക്യാപ്പ് ഇട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഒരു രീതിയിലും ഒരു ശകലം പോലും ഒരു തുള്ളി വെള്ളം പോലും ലീക്ക് ആകത്തില്ല എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം. ഇനി ഈ കണക്ടർ നേരെ ഇൻലെറ്റ് ഫിൽറ്ററിലേക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് കയറ്റി വെക്കണം. ഇൻലെറ്റ് പൈപ്പ് ഊരണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചിട്ട് പുറകോട്ടൊന്ന് വലിച്ചതിന് ശേഷം ഇങ്ങനെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഔട്ട്ലെറ്റ് പൈപ്പാണിത്. ഇത് നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഔട്ട്ലെറ്റ് ഹോളിലേക്ക് പ്രസ് ചെയ്ത് കയറ്റണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഔട്ട്ലെറ്റ് ഹോളിലേക്ക് ഇതേപോലെ പ്രസ് ചെയ്തുകൊണ്ട് ഈ പൈപ്പ് കയറ്റി വെക്കാനായിട്ട് സാധിക്കും. ഔട്ട്ലെറ്റ് പൈപ്പ് ഊരാനായിട്ട് ഈ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഊരിയെടുക്കാനും സാധിക്കും. ഇതാണ് സ്പ്രേ ഗൺ. സ്പ്രേ ഗണ്ണിൽ നമുക്ക് ഔട്ട്ലെറ്റ് പൈപ്പ് കണക്ട് ചെയ്യണം. അതിനായിട്ട് ഈ കാണുന്ന ഈ ഒരു ഹോളിലേക്ക് നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് ഈ പൈപ്പ് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ പൈപ്പ് ഊരിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഊരാനും സാധിക്കും. സ്പ്രേ ഗണ്ണിൽ നൽകിയിരിക്കുന്ന ഈ ഒരു ട്രിഗർ വേണമെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഇതിന്റെ താഴെയായിട്ടൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്ക് ആവും. അപ്പോൾ ഇത് കുട്ടികളൊക്കെ എടുത്ത് അധികം ഉപയോഗിക്കാതിരിക്കാനായിട്ട് നമുക്ക്
ഈ രീതിയിൽ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് സ്പ്രേ ഗണ്ണിൽ നോസിൽസ് കണക്ട് ചെയ്യണം. അതിനായിട്ട് ഒരു എക്സ്റ്റൻഷൻ ട്യൂബ് ഉണ്ട്. ഇത് നമ്മൾ ആദ്യം ഈ സ്പ്രേ ഗണ്ണിലേക്ക് ഈ രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 2 നോസിൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഒരു അഡ്ജസ്റ്റബിൾ നോസിലും മറ്റൊരെണ്ണം ടർബോ നോസിലുമാണ്. ഞാനിവിടെ നോസിൽ കണക്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. വളരെ ഈസിയാണ് നമുക്ക് നോസിൽസ് ഇതിൽ കണക്ട് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യമുള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് നോസിൽസ് കണക്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഗണ്ണ് റെഡി ആയിട്ടുണ്ട്, സ്പ്രേ ഗണ്ണ്. ഇനി നമുക്ക് ഇൻലെറ്റ് ഹോസിന്റെ ഒരറ്റം ഈ പൈപ്പിൽ കണക്ട് ചെയ്യണം. വെള്ളം അകത്തോട്ട് ചെന്നെങ്കിലല്ല മിഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ അതിനായിട്ട് സെയിം പരിപാടി തന്നെയാണ്. ഇതേപോലൊരു കണക്ടർ ഉണ്ട്. ഈ കണക്ടർ നമ്മൾ ഇങ്ങനെ ഇൻലെറ്റ് കണക്ടർ നമ്മൾ മിഷനിൽ കണക്ട് ചെയ്യില്ല, അതേപോലെ തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. ഈ ഹോസിൽ ഇങ്ങനെ കയറ്റിയതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്യുന്നു. ടൈറ്റ് ചെയ്യുന്നത് ലീക്ക് ഉണ്ടാകാതിരിക്കാനാണ്. കാരണം നമ്മൾ മിഷൻ വർക്ക് ചെയ്യിപ്പിക്കും നല്ല പ്രഷറിലായിരിക്കുമല്ലോ വെള്ളം ഇതിൽ പാസ് ചെയ്ത് പോകുന്നത്. അപ്പം ലീക്ക് ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെയുള്ള ഒരു സൗകര്യം നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കണക്ടർ ഈ പൈപ്പിലേക്ക് ഇതേപോലെ കണക്ട് ചെയ്യണം. ഈ കണക്ടറിൽ ഇതേപോലെ ഒരു ലോക്കിംഗ് സിസ്റ്റം തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ലോക്ക് ചെയ്ത് ടാപ്പിൽ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ബക്കറ്റിൽ നിന്നോ ടാങ്കിൽ നിന്നോ ആണ് പ്രഷർ പമ്പിലേക്ക് വെള്ളം എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിൽറ്റർ ഈ ഹോസിൽ കണക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ബക്കറ്റിലേക്കോ ടാങ്കിലേക്കോ ഇറക്കിയിട്ടാൽ മതിയാവും. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പ്രഷർ വാഷറിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മുടെ വാഹനത്തിൽ കുറച്ച് ഫോം ഒന്ന് അടിച്ച് ഒന്ന് സെറ്റ് ആക്കണം. അപ്പൊ അതിനായിട്ട് ഞാൻ ഈ ഫോം ബോട്ടിലിൽ കുറച്ച് ലിക്വിഡ് ഒക്കെ ആഡ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ രീതിയിൽ ഇതേപോലെ സ്പ്രേ ഗണ്ണിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അതിനുശേഷം ഇവിടെ ഒന്ന് സ്പ്രേ ആയിക്കോളൂ. അപ്പൊ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. ഓക്കെ, ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവേ. ഇനി ഞാൻ ഇതിലേക്ക് അഡ്ജസ്റ്റിംഗ് നോസിൽ കണക്ട് ചെയ്യുകയാണ്. അഡ്ജസ്റ്റിംഗ് നോസിൽ നമ്മൾ ഈ ഒരു കണക്ടറിലാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പം അഡ്ജസ്റ്റിംഗ് നോസിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ കണക്ടറിൽ ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട്. നമ്മളിത് ഊരിയെടുക്കാവുന്ന സമയത്ത് ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്താണ് ഊരിയെടുക്കേണ്ടത്. നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്ക് ആയിക്കോളും. ഇനി നമുക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാം ഏത് രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു കൺട്രോളർ ഉണ്ട്. ജസ്റ്റ് ഇത് വെച്ചിട്ട് നമുക്ക് ഈ പോയിന്റ് ഇതിന് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ഇത് ടർബോ നോസിലാണ്. ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം പ്രസ് ചെയ്തെങ്കിൽ ഇത് ലോക്ക് ആകത്തുള്ളൂ. കണക്ട് ചെയ്തതിന് ശേഷം ടർബോ നോസിൽ നിന്ന് ഈ രീതിയിലായിരിക്കും വെള്ളം വരിക. നോക്കി, ഒരൊറ്റ പോയി ഇത് മാത്രമേ ഉള്ളൂ. നമുക്കിത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ നോസിലാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കാറോ ബൈക്കോ മാത്രമല്ല ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്ക് വീട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ മതിൽ ക്ലീൻ ചെയ്യാൻ പറ്റും, തറ ക്ലീൻ ചെയ്യാൻ പറ്റും, ഓട് ക്ലീൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എല്ലാ മേഖലയിലും ഒരു വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഈ ഒരു മെഷീൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഞാൻ ഈ ഒരു മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. 1-2 പ്രാവശ്യം വണ്ടി കഴുകി, അതേപോലെ മതിൽ കഴുകി, തറ കഴുകി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കും. അതിനോടൊപ്പം തന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈ പ്രഷർ വാഷർ തന്നെയാണ് ഇതിന്റെ പേര് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഹൈ പ്രഷർ വാഷ് നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബിൽഡാണ്, പക്ഷേ നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നല്ല സോളിഡ് ആയിട്ടുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെഷീൻ ആണിത്. ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ആമസോണിൽ ഇതിന്റെ റേറ്റ് 7,699 രൂപയാണ് കാണിക്കുന്നത്. ഇതിന്റെ റേറ്റ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. നിങ്ങൾ എപ്പോഴാണോ വില കുറവുള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെഷീൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇത് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് ഇതിലും നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.